എപ്പിസോഡിൽ ബാങ്ക് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യേണ്ട ചില പ്രാഥമിക കാര്യങ്ങളും വിവരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ് ഇത്. ആ എപ്പിസോഡ് കാണാത്തവർ ദയവായി അത് കാണുക. ഇതിനോടൊപ്പമുള്ള ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ഏരിയയുണ്ട്. ആ ഏരിയയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മുൻ എപ്പിസോഡുകളും ബാങ്ക് ലോൺ സംബന്ധിച്ച് നിരവധി എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണാം. നോട്ടീസ് വന്നാൽ എന്ത് ചെയ്യണം, നോട്ടീസിൻ്റെ എന്തെല്ലാം നടപടിക്രമങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള വിവരങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ലോൺ എമൗണ്ട് മറികടക്കാനൊന്നും പറ്റില്ല, പക്ഷേ ആ എമൗണ്ട് നമ്മുടെ ബാധ്യതയിൽ നിന്ന് എങ്ങനെയൊക്കെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇടയ്ക്കൊക്കെയുള്ള ഒരു പ്രീ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് പ്രീ പേയ്മെൻറ്റിനെ കുറിച്ചും പ്രീ ക്ലോഷറിനെ കുറിച്ചും റീഫിനാൻസിനെ കുറിച്ചും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ്